CPM ഏരിയ സമ്മേളനങ്ങളിൽ നേതാക്കൾക്കെതിരെ ഉയരുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. അഴിമതിയും ബാങ്ക് തട്ടിപ്പും ലൈംഗിക ആരോപണങ്ങളും ഉയർത്തി നവമാധ്യമങ്ങളിലും ചേരിപ്പോര്, പരസ്യ പോർവിളികളും തെരുവിലിറങ്ങിയുള്ള കൂട്ടത്തല്ലും തടയുന്നതിൽ പരാജയപ്പെട്ട് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, നമ്മൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടതാണ് CPMൻ്റെ സമ്മേളന കാലമാണ്. അപ്പോൾ ഏരിയ സമ്മേളനങ്ങൾ നടന്നു വരുന്നു. കരുനാഗപ്പള്ളിയിൽ പരസ്യമായി വനിതകൾ പ്ലക്കാർഡുമേന്തി പാർട്ടി ഓഫീസിന് മുമ്പിൽ കുത്തിയിരിക്കുന്ന കാഴ്ച, അത്തരം പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. തിരുവല്ലയിൽ നമ്മൾ കണ്ടു. പത്തനംതിട്ട ജില്ലയിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയുടെ തട്ടകത്തിൽ വരെ ഏരിയ സമ്മേളനത്തിൽ മത്സരമുണ്ടാകുന്നു. പാലക്കാട് വിമത വിഭാഗം പ്രത്യേക ഓഫീസ് തന്നെ തുറക്കുന്ന സാഹചര്യം. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ CPMൽ വലിയ പൊട്ടിത്തെറി നടക്കുന്നു. അതിനിടെ CPMൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് BJPയിലെത്തുന്ന സാഹചര്യം. നിലവിൽ പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ, അത് പഴയ അവസ്ഥയിലല്ല, പരസ്യമായി തന്നെ ചേരിപ്പോര് ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശാലിനി. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാദേശിക തലത്തിലുള്ള വിഭാഗീയത, വിമത നീക്കങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സംസ്ഥാന സമ്മേളനം പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് CPMനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി വിഭാഗീയതയും ഒപ്പം തന്നെ വിമത നീക്കങ്ങളും മറനീക്കി പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിന്റെ ഉദാഹരണങ്ങളാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നമ്മൾ കണ്ടത്. ഒരു ഏരിയ സെക്രട്ടറിയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങൾ, പിന്നീട് വനിതകൾ അടക്കമുള്ള പ്രവർത്തകർ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. രാത്രി വൈകിയും അവിടെ സംസ്ഥാന നേതൃത്വത്തെ സമ്മേളന നഗരിയിലെ വേദിയിൽ പൂട്ടിയിടുന്ന സാഹചര്യത്തിനുള്ള സാക്ഷ്യം വഹിച്ചു രാഷ്ട്രീയ കേരളം. ഒപ്പം തന്നെയാണ് പാലക്കാട് സമാന്തര CPM ഓഫീസ് നിർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതും തുറന്നുകൊണ്ട് വലിയ രീതിയിലുള്ള വിഭാഗീയതയിലേക്കും വിമർശനങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും ഒക്കെ തന്നെ പാലക്കാടിലെ ഒരു വിഭാഗം CPM നേതാക്കൾ കടന്നത്. അതിനുശേഷമാണ് തിരുവല്ല ടൗൺ ഏരിയ സമ്മേളനത്തിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരം ജില്ലയിലും ആ വിഭാഗീയത മറനീക്കി പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി രണ്ടായി പിരിയുകയും മംഗലപുരം ഏരിയ കമ്മിറ്റിയെ മറ്റൊരു ഏരിയ കമ്മിറ്റി രൂപം കൊള്ളുകയും ചെയ്തത്. അവിടെയാണ് ഇപ്പോൾ ഏരിയ കമ്മിറ്റിയിലെ പുതിയ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളും വിമർശനങ്ങളും ഉയരുന്നത്. നിലവിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി പാർട്ടി വിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏരിയ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പാർട്ടി മധുവിനെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്നുള്ള സൂചനകൾ നൽകുന്ന ഒരു സാഹചര്യം. അതിനിടയിൽ ഇന്ന് വി ജോയി അടക്കമുള്ള ജില്ലാ സെക്രട്ടറി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് മധു മുല്ലശ്ശേരി പാർട്ടിക്ക് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റ് മുന്നണികൾ ഇദ്ദേഹവുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്, ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇനി ഏത് രാഷ്ട്രീയ കക്ഷിക്കൊപ്പം മധു മുല്ലശ്ശേരി ചേരുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായി CPMനുള്ളിലെ തർക്കങ്ങൾ, വിമത നീക്കങ്ങൾ, വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ അത് മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഫെബ്രുവരിയിലടക്കം സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും ഒക്കെ നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള CPM പ്രവർത്തകർക്കിടയിൽ തമ്മിത്തല്ല് അത് പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും നിലവിൽ പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം ജില്ലയിൽ സന്ദർശനം നടത്തി പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തി. തൊട്ടു പിന്നാലെ പത്തനംതിട്ട ജില്ലയിലെത്തി അവിടുത്തെ പ്രശ്നങ്ങൾ കടിഞ്ഞാനിടാനുള്ള ശ്രമം നടത്തി. പക്ഷേ അടിയന്തരമായ ഒരു നടപടി ഇപ്പോൾ വേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്നത്. പകരം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം മതി അത്തരത്തിലൊരു നടപടി എന്നുള്ളതാണ് പാർട്ടി ഔദ്യോഗിക നേതൃത്വം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഇനിയും കൂടുതൽ ഏരിയ സമ്മേളനങ്ങൾ നടക്കാനുണ്ട്. ഇന്ന് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ കമ്മിറ്റി കൂടിയ വഞ്ചൂർ ഏരിയ കമ്മിറ്റി ഏരിയ സമ്മേളനം അടക്കം നടക്കാനിരിക്കുന്ന സാഹചര്യം. അവിടെയും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള വി ജോയിക്കെതിരെ കടുത്ത നിലപാടിലേക്കും പ്രതിഷേധത്തിലേക്കും ഒക്കെ തന്നെ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ കടക്കുകയാണ്. അതിനെങ്ങനെ സംസ്ഥാന നേതൃത്വം നോക്കിക്കാണും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം പണ്ട് ആലപ്പുഴയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന വിഭാഗീയതയും വിമത നീക്കങ്ങളും ഒക്കെ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് തന്നെ CPMൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. വിനോദ്. യെസ്, അത് തന്നെയാണ്. കരുനാഗപ്പള്ളിയിൽ തുടങ്ങി പത്തനംതിട്ടയിലേക്ക് എത്തി തിരുവനന്തപുരം, മംഗലപുരം വരെ എത്തി നിൽക്കുകയാണ് CPM സമ്മേളനങ്ങളിലെ പൊട്ടിത്തെറി എന്ന് വേണം പറയാം. സംസ്ഥാനത്തുടനീളമുള്ള വിവിധ സ്ഥലങ്ങളിൽ ഓടി നടന്ന് പ്രശ്നപരിഹാരം നടത്തുകയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. ശാലിനിയാണ് വിശദ വിവരങ്ങൾ നൽകിയത്.